ബലാത്സംഗ കേസിൽ സിദ്ദിഖിനെ പിടികൂടാൻ വ്യാപക പരിശോധന. ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങൾ. പ്രതിയുടേത് ഹീനമായ കുറ്റകൃത്യം. സർക്കാരിനും രൂക്ഷ വിമർശനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം പാലിച്ചത് ദുരൂഹം. പീഡന പരാതിയിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. അറസ്റ്റ് 3 മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷം മുകേഷിന് ജാമ്യം ലഭിക്കുകയും സിദ്ദിഖിന് ജാമ്യം നിഷേധിക്കുകയും ചെയ്തതിൽ കോടതി ഉത്തരവുകൾ പരിശോധിക്കണമെന്ന് അനിൽ അക്കര. മുട അഴിമതി കേസിൽ നടക്കുന്നത് BJPയുടെ പ്രതികാര രാഷ്ട്രീയമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അന്വേഷണത്തിനെതിരല്ല, സത്യം ജയിക്കുമെന്നും സിദ്ധരാമയ്യ. മാവേലിക്കര മാവോയിസ്റ്റ് കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി. NIA കോടതിയുടെ ഉത്തരവ് നിലനിൽക്കില്ല. തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നും കോടതി. ലെബനനെ ശവപ്പറമ്പാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുന്നു. 50 കുട്ടികളടക്കം 558 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 94 സ്ത്രീകളും. വടക്കൻ ഇസ്രായേലിലേക്ക് 200 റോക്കറ്റുകൾ അയച്ച് ഹിസ്ബുള്ള.